അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഭരണഘടനയിൽ അധികം ചാപ്റ്റേഴ്സ് നമുക്ക് വരുന്നില്ല പഠിക്കാനായിട്ട്. വരുന്ന ചാപ്റ്റേഴ്സ് കുറച്ച് ഡീപ്പായിട്ടുള്ള ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഭരണഘടനയിലെ SCRT ചാപ്റ്റേഴ്സ് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള SCRT ചാപ്റ്റേഴ്സ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, അതുപോലെ തന്നെ LDC, അതുപോലെ കമ്പനി ബോർഡ് LGS എന്നീ എക്സാമുകളുടെ ഒക്കെ നമുക്ക് SCRT ചാപ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 2 ക്ലാസ്സാണ് ഞാൻ അതിൽ SCRT ചാപ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്നാമത്തേത് മൗലിക അവകാശങ്ങളും കടമകളും എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. രണ്ടാമത്തേത് ഇതുപോലെ തന്നെ പ്രധാനമായിട്ടും വരുന്ന വേറൊരു SCRT ചാപ്റ്റേഴ്സ്, കുറച്ചധികം SCRT ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് നമ്മൾ പണ്ട് പഠിച്ചിരുന്ന പോലെ അല്ലേ, കുറച്ചും കൂടി വ്യത്യസ്ത രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് SCRT പാഠഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പഠിച്ചു വന്ന കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല, അല്ലാതെ തന്നെ കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ആ ഒരു ക്ലാസ്സിൽ കാണാത്തുണ്ടെങ്കിൽ പോയി കാണാം. അത് SCRT ചാപ്റ്റേഴ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള SCRT ചാപ്റ്റേഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടി SCRT ചാപ്റ്റേഴ്സും കൂടി ആഡ് ചെയ്യാനായിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലെങ്ങാനും എടുക്കാം. ആ ഒരു SCRT ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള 2 വീഡിയോസ് എന്തായാലും ആ 2 ചാപ്റ്റേഴ്സ് രണ്ട് വീഡിയോ ആണത്. ഒരെണ്ണത്തിൽ മൗലിക അവകാശങ്ങളും കടമകളും ആ ഒരു ഭാഗം മാത്രമാണ് വരുന്നത്. രണ്ടാമത്താണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് വരുന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന പഠിക്കാനുള്ള SCRT പാഠഭാഗങ്ങളാണ്. അപ്പോൾ അത് കാണാത്തുണ്ടെങ്കിൽ പോയി കാണാം. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അതിൽ നമ്മൾ SCRT ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കമ്പനി ബോർഡ് LGS അല്ലെങ്കിൽ VFA 2026 SCRT ചാപ്റ്റേഴ്സ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ഈ 2 എക്സാം കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള 2 എക്സാമുകളിലും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് ഇനി അടുത്ത പരിഘട്ടങ്ങൾ ഇപ്പോൾ 3, 4 ഘട്ടം വരാനായിട്ട് ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2ാമത്തെ ഘട്ടം ക്യാൻസൽ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു എക്സാം എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അറിയിപ്പ് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇനി എക്സാം പഠിക്കാനായിട്ടുള്ളവർക്ക് എന്തായാലും ഈ ഒരു ക്ലാസ് ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ SCRT ക്ലാസ്സുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. 5ാം ക്ലാസ് അപ്പോൾ പ്ലേലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അറിയാനായിട്ട് സാധിക്കും. ക്ലാസ് 5, ക്ലാസ് 6 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോന്നും ചെയ്തിട്ടുണ്ട്. എല്ലാം തന്നെ ന്യൂ SCRT, ഇപ്പോൾ ബയോളജി ആണെന്നുണ്ടെങ്കിൽ ബയോളജി, അല്ലെങ്കിൽ കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രി, അങ്ങനെ നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് കാണാനായിട്ട് ഈസിയർ ആവാൻ വേണ്ടിയിട്ടാണോ. അപ്പോൾ അത് ചെക്ക് ചെയ്യുക. പിന്നെ ക്ലാസ്സോട് ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ. പിന്നെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ അതിൽ കുറേ പേര് പറഞ്ഞിരുന്നു NCRT ചാപ്റ്റേഴ്സ് വേണമെന്നുള്ളത്. അത് നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് വരുന്നതും അതുപോലെ തന്നെ ഹിസ്റ്ററിയുമായി, ഇപ്പോൾ എക്കണോമിക്സ് ഒക്കെ ആയിട്ട് വരുന്ന ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും നമ്മൾ അടുത്ത ക്ലാസ്സിൽ മുതൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഭരണഘടനയുടെ ഭാഗം 4A പ്രതിപാദിക്കുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? ഭരണഘടനയുടെ ഭാഗം 4A പ്രതിപാദിക്കുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചിട്ടാണ് അല്ലേ. മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചിട്ടാണ്. ഏത് ആർട്ടിക്കിളാണ്? 51A പറയുന്നത്. അപ്പോൾ ആൻസർ